നമസ്കാരം. ഞാനിപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ്. നമുക്കെല്ലാവർക്കും വാഹനങ്ങളുണ്ട്. എല്ലാവരും വാഹനം യൂസ് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവും, ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഇൻഷുറൻസിൻ്റെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. തേർഡ് പാർട്ടി ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ്, അതായത് വണ്ടിക്ക് കിട്ടില്ല, ആൾക്ക് കിട്ടും. അപ്പം അതുപോലെ തന്നെ ഫുൾ ഇൻഷുറൻസ് ആണെങ്കിൽ വണ്ടിക്കും കിട്ടും, ആൾക്കും കിട്ടും. ഇങ്ങനെയാണ് പൊതുവെ ഇൻഷുറൻസ് വരിക. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് പുതിയ നിയമം അനുസരിച്ച്, അതായത് നമ്മുടെ IRDAയുടെ നിയമമാണ്. അത് സുപ്രീം കോടതിയാണ് വിധിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ, അതായത് നാളെ മുതൽ ഏത് വാഹനം ആക്സിഡൻ്റ് ആവുന്നോ ആ വാഹനത്തിന് ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ, അതായത് നമ്മൾ പുക എന്ന് പറയും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വണ്ടിക്ക് ഇനി മുതൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ആൾക്കും കിട്ടത്തില്ല, വണ്ടിക്കും കിട്ടത്തില്ല. തേർഡ് പാർട്ടി ആണെങ്കിൽ ആൾക്കും കിട്ടത്തില്ല, അതല്ല ഫുള്ളാണ് വണ്ടിക്കും കിട്ടത്തില്ല, ആൾക്കും കിട്ടത്തില്ല. ഇതാണ് ഇനി സംഭവിക്കാൻ പോവുക. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതായത് ഈ പുക എടുത്ത് കയ്യിൽ വെക്കുക. വാലിഡ് ആയിട്ടുള്ള പുക നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. സർക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് മുമ്പിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. പൊല്യൂഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ BS6 നയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഓരോരോ ഭാഗത്തുനിന്ന് ഓരോരോ പിടിമുറുക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട്. എല്ലാവരും ഇന്ന് തന്നെ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരുടെ അടുത്തും മസ്റ്റായിട്ട് നാളെയും മറ്റന്നാളും, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം, 4 ദിവസം, 5 ദിവസം കൊണ്ടൊക്കെ ഈ പൊല്യൂഷൻ്റെ പേപ്പർ എടുത്ത് വെക്കാൻ പറയുക.